ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടൂട്ടാ പഹിയ എന്ന പാഠത്തിൻ്റെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസാണ്. ശ്രദ്ധിച്ചോളൂ. ടൂട്ടാ പഹിയയുടെ സാരാംശമാണ് ശ്രദ്ധിക്കേണ്ടത്. ഹിന്ദിക്ക് മഹാൻ കവി ധർമ്മവീർ ഭാരതി കി കവിത. ഹിന്ദിയിലെ പ്രധാനപ്പെട്ട മഹത്തരമായ കവി ധർമ്മവീർ ഭാരതിയുടെ ഒരു കവിതയാണ് ഇത്. ടൂട്ടാ പഹിയാക്കോ അനുപയോഗി സമജ്കർ മത് ഫേങ്കന. ടൂട്ടാ പഹിയായ പൊട്ടിയ രഥചക്രത്തെ ഉപയോഗമില്ലാത്തത് എന്ന് കരുതി മത് ഫേങ്കന ഒരിക്കലും എറിഞ്ഞു കളയരുത്. അപ്നെ മാർഗ് കോ അസത്യ ജാനത്തെ ഹുവെ ഭി ബഡെ ബഡെ മഹാരഥിയോം നെ അഭിമന്യു കോ നാശ് കർ ഡാൽനെ കാ പ്രയത്ന കരി. തങ്ങളുടെ മാർഗം അസത്യത്തിൻ്റേതാണ് എന്ന് അറിഞ്ഞിട്ട് കൂടി വലിയ വലിയ മഹാരഥന്മാർ അഭിമന്യുവിനെ നശിപ്പിക്കുവാനായി ഇല്ലാതാക്കുവാനായി പ്രയത്നിച്ചു. उस समय एक रथ का टूटा हुआ पहिया उनका मुकाबला करने में अभिमन्यु को सहायक बने. ആ സമയത്ത് രഥ കാ ടൂട്ടാ പഹിയ, ഒരു രഥത്തിൻ്റെ പൊട്ടിയ ചക്രം, ഉൻകാ മുക്കാബല കർണേമേം, അവരോട് എതിർക്കുന്നതിന് മത്സരിക്കുന്നതിന് അഭിമന്യുക്കോ സഹായക ബനെ, അഭിമന്യുവിന് സഹായകമായി തീർന്നു. യഹാം ടൂട്ടാ പഹിയ ജീവൻ കെ സംഘർഷ में असर बलि कर दिए जाने वाले മാനവ മൂല്യ കാ പ്രതീക് ഹെ. ഇവിടെ ടൂട്ടാ പഹിയ എന്നത് ജീവിത സംഘർഷങ്ങളിൽപ്പെട്ട് ബലി കൊടുക്കപ്പെടേണ്ടി വരുന്ന മാനവ മൂല്യ കാ പ്രതീക് ഹെ, മാനുഷിക മൂല്യങ്ങളുടെ പ്രതീകമാണ്. ഇതാണ് സാരാംശം. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ടൂട്ടാ ഹുവ പഹിയ എന്ന കവിതയുടെ ആസ്വാദൻ ടിപ്പണിയാണ്. ആസ്വാദൻ ടിപ്പണിക്ക് പ്രധാനമായി വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. ശീർഷക തലക്കെട്ടുണ്ടായിരിക്കണം, ഭൂമിക ആമുഖം ഉണ്ടായിരിക്കണം, അതിൽ കവി, കവിത, വിഷയിക, പരിചയ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കണം. അടുത്തതായി കവിതാക്കി വ്യാഖ്യ, കവിതയുടെ വ്യാഖ്യാനം ഉണ്ടായിരിക്കണം. അവസാനം ഉപസംഹാർ, അതിൻ്റെ പ്രാസംഗികത, സന്ദേശ, സ്വപ്ന, ദൃഷ്ടികോൺ ഇവയൊക്കെ ഉൾപ്പെടുത്തിയായിരിക്കണം അവ വരേണ്ടത്. പ്രാസംഗികത എന്നതിന് അതിൻ്റെ സന്ദർഭാനുകൂലത, സന്ദേശം, നിങ്ങളുടെ സ്വന്തം എഴുതുന്നയാളുടെ സ്വന്തം ദൃഷ്ടികോൺ, നമ്മുടെ ആ ഒരു കാഴ്ചപ്പാട്, ഇവയൊക്കെ ഉൾപ്പെടുത്തിയായിരിക്കണം നമ്മൾ ഒരു ആസ്വാദന ടിപ്പണി എഴുതാൻ. ടൂട്ടാ ഹുവ പഹിയ की ആസ്വാദൻ टिप्पणी तैयार करें. ടൂട്ടാ ഹുവ പഹിയ ആസ്വാദൻ ടിപ്പണി. നമ്മൾ ടിപ്പണിയിലേക്ക് കിടക്കുന്നു. യഹ് രചന ഭാരതി ജി കെ കവിതാ സംഗ്രഹ 7 ഗീത വർഷസെ ചുനി ഗയി ഹെ. ഈ രചന ധർമ്മവീർ ഭാരതിയുടെ കവിതാ സംഗ്രഹമായ 7 ഗീത വർഷ എന്നതിൽ നിന്ന് ചുനി ഗയി ഹെ തിരഞ്ഞെടുത്തിട്ടുള്ളതാണ്. ടൂട്ടാ പഹിയ ലഘു ഓർ ഉപേക്ഷിത മാനവ കാ പ്രതീക് ഹെ. ടൂട്ടാ പഹിയ എന്നത് സാധാരണക്കാരനും തള്ളിക്കളയപ്പെട്ടതുമായ മനുഷ്യരുടെ പ്രതീകം ആണ്. ജിസെ ബേക്കാർ സമജ്കർ ഫേങ്ക് ദിയാ ഗയാ ഹെ. ഇതിനെ നിരുപയോഗം എന്ന് കരുതി ഫേങ്ക് ദിയാ ഗയാ ഹെ, എറിഞ്ഞ് കളയപ്പെടുന്നതാണ്. കവി ഉസ്കി സംഭാവനാവോം കോ പഹചാൻതാ ഹെ ഓർ ഉസ്കി ക്ഷമതാവോം കാ മൂല്യാങ്കൻ കർത്താ ഹെ. കവി അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതെന്തൊക്കെയാണ് എന്ന് പഹചാൻതാ ഹെ, തിരിച്ചറിയുന്നു. ഓർ ഉസ്കി ക്ഷമതാവോങ്ക മൂല്യാങ്കൻ കർത്താ ഹെ, അതിൻ്റെ ആ കഴിവുകളെ കവി ഇവിടെ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. മൂല്യാങ്കൻ കർണ എന്ന് പറഞ്ഞാൽ വിലയിരുത്തുക എന്ന് അർത്ഥം വരുന്നു. യഹയൊക്കെ പ്രതീകാത്മക രചന ഹെ, ഇതൊരു പ്രതീകാത്മകമായ രചനയാണ്. നേരിട്ടല്ല കാര്യങ്ങൾ പറയുന്നത്, ഇതിഹാസത്തെ കൂട്ടുപിടിച്ച് കാര്യങ്ങൾ പറയുന്ന ഒരു രചനയാണ്. ഇസ് പ്രതീക് കോ കവിനെ മഹാഭാരത് കെ കഥാനക് സെ ലിയാ ഹെ. ഇതിൻ്റെ ഈ പ്രതീകങ്ങളെ കവി മഹാഭാരതത്തിലെ കഥാസന്ദർഭങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അഭിമന്യുവിനെ ചക്രവ്യൂഹമേ അകേലേഹി പ്രവേശ് കിയ. അഭിമന്യു ചക്രവ്യൂഹത്തിനുള്ളിൽ അകേലേഹി തനിച്ച് പ്രവേശിച്ചു. കൗരവ സേനാ കെ മഹാരഥിയോനെ ഉസേ ഘേർ കർ ഉസ്കെ സബ് ശസ്ത്രാസ്ത്ര നഷ്ട കർ ഡാലെ. കൗരവസേനയിലെ മഹാരഥന്മാരായ ആളുകൾ അവനെ ഖേർക്കർ വളയുകയും ഉസ്കെ സബ് ശസ്ത്രാസ്ത്ര, അവൻ്റെ എല്ലാവിധ ആയുധങ്ങളും നഷ്ടപ്പെടുത്തുകയും ചെയ്തു. ഉസ്നെ രഥക്കെ ടൂട്ടെ പഹിയേക്കോ അസ്ത്ര ബനാക്കർ ശത്രുവോങ്ക സാമന കിയ. അവൻ രഥത്തിൻ്റെ പൊട്ടിയ ചക്രത്തെ ആയുധമാക്കി
ആയുധമാക്കി ശത്രുओं का सामना किया, ശത്രുക്കളെ എതിരിട്ടു. कवि ने इसी घटना के आधार पर प्रतीक ग्रहण किया है. കവി ഈ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ടൂട്ടാ പഹിയ എന്ന ആ ഒരു പ്രതീകത്തെ എടുത്തിരിക്കുന്നത്. धर्मवीर भारती जी का कहना है कि टूटा हुआ पहिया भी संदर्भ आने पर उपयोगी हो सकता है. ധർമ്മവീർ ഭാരതി പറയുകയാണ്, പൊട്ടിയ രഥചക്രം പോലും അവസരം വരുമ്പോൾ, സന്ദർഭ ആനെ പർ, സന്ദർഭം അവസരം വരുമ്പോൾ, ഉപയോഗി ഹോ സക്താ ഹെ, വളരെ ഉപയോഗമുള്ള ഒന്നായി മാറുന്നു. ഇസ്ലിയെ ഉസ്കി ഉപേക്ഷ നഹിയും കർണി ചാഹിയെ, അതുകൊണ്ട് അതിനെ ഒരിക്കലും നമ്മൾ ഉപേക്ഷിച്ച് കളയരുത്, തള്ളിക്കളയരുത്. महाभारत युद्ध में कई वीर योद्धा अधर्म के पक्ष में लड़ने के लिए बाध्य हो गए थे. മഹാഭാരത യുദ്ധത്തിൽ വളരെയധികം വീരയോദ്ധാക്കൾ അധർമ്മത്തിൻ്റെ, അസത്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ലഡ്നെ കേലിയെ, ലഡ്ന എന്ന വാക്കിന് അർത്ഥം യുദ്ധം ചെയ്യുക എന്നാണ്. ലഡ്നെ കേലിയെ ബാധ്യ ഹോ ഗയേ ഥേ, ബാധ്യസ്ഥരായി മാറി, അതിന് തയ്യാറാകേണ്ടവരായി മാറി. अर्जुन के वीरपुत्र अभिमन्यु ने अधर्म के पक्ष में लड़ने वाले योद्धाओं को चुनौती देता हुआ ചക്രവ്യൂഹ में प्रवेश किया. അർജുനൻ്റെ വീരപുത്രനായ അഭിമന്യു അധർമ്മപക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന യോദ്ധാക്കളെ ചുനൗത്തി ദേത്ത ഹുവ, വെല്ലുവിളിച്ചുകൊണ്ട് ചക്രവ്യൂഹമേം പ്രവേശിക്കുക, ചക്രവ്യൂഹത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. बड़े बड़े महारथियों ने अपने पक्ष को असत्य जानते हुए भी निहत्थे असहाय बालक अभिमन्यु की आवाज़ को कुचल देना चाहा. വലിയ വലിയ മഹാരഥന്മാരായ ആളുകൾ തങ്ങളുടെ പക്ഷം അധർമ്മത്തിൻ്റെ പക്ഷമാണ് എന്നറിഞ്ഞിട്ടുകൂടി നിഹത്തേ, നിരായുധനായ, അസഹായ, നിസ്സഹായനായ, ബാലക അഭിമന്യുക്ക് ആവാസ്കോ കുചൽ ദേന ചാഹെ, ബാലനായ അഭിമന്യുവിൻ്റെ ശബ്ദത്തെ കുചൽ ദേന ചാഹ, അടിച്ചമർത്താനായിട്ട് ശ്രമിച്ചു. ബാലക അഭിമന്യുവിനെ ഉൻ महारथियों की मुकाबला करने के लिए रथ के टूटे हुए पहिए का सहारा लिया. ബാലനായ അഭിമന്യു ആ മഹാരഥന്മാരോട് എതിരിടുന്നതിന് വേണ്ടി രഥത്തിൻ്റെ പൊട്ടിയ ചക്രത്തെ ആശ്രയിച്ചു, സഹാരലിയ ആശ്രയിച്ചു. महाभारत के इस प्रसंग की याद दिलाते हुए कवि कहते हैं कि उस प्रकार की अधार्मिक घटना आज भी संभव है. മഹാഭാരതത്തിലെ ഈ സന്ദർഭത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, യാതുദിലാന ഓർമ്മിപ്പിച്ചുകൊണ്ട് കവി പറയുകയാണ്, ഉസ് പ്രകാർ കി അധാർമിക ഘടന, അത്തരത്തിലുള്ള അധാർമികമായ സംഭവങ്ങൾ ആജ് ഭീ സംഭവ് ഹേ, ഇന്നും നടന്നുകൊണ്ടേയിരിക്കുന്നു. बदलती हुई सामूहिक गति अधर्म की ओर हो जाए तो सत्य का पक्ष टूटे हुए पहिए का भी सहारा लेने के लिए विवश हो सकता है. बदलती हुई सामूहिക ഗതി, മാറിക്കൊണ്ടിരിക്കുക, ബദൽന എന്ന വാക്കിൻ്റെ അർത്ഥം മാറുക എന്നാണ്. ബദൽത്തി ഹുയി സാമൂഹിക ഗതി, മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക രീതികൾ, അവ അധർമ്മകി ഓർ ഹോ ജായേത്തോ, അത് അധർമ്മത്തിനൊപ്പമാണ് എങ്കിൽ സത്യപക്ഷം, സത്യത്തിൻ്റെ മാർഗത്തെ പുണരുന്ന ആളുകൾ ടൂട്ടേ ഹുവേ पहिയ का भी सहारा लेने के लिए विवश हो सकता है, പൊട്ടിയ രഥചക്രത്തെ ആശ്രയിക്കേണ്ടതായി വന്നേക്കാം. അതാ कवि टूटे हुए पहिए को तुच्छ समझकर न फेंकने का आह्वान करते हैं. അതായത് കവി പൊട്ടിയ രഥചക്രത്തെ വിലയില്ലാത്തതായി കണ്ട് ന ഫേങ്കനേക്ക ആഹ്വാൻ കർത്തേ ഹേ, എറിഞ്ഞു കളയരുത് എന്ന ആഹ്വാനമാണ് നടത്തുന്നത്. തുച്ഛി ലഗ്നെ വാലി വസ്തു ഭി സാന്ത്വന ദേനെ മേ സമർത്ഥ ഹോ സക്തി ഹേ, തുച്ഛമായി വിലയില്ലാത്തതായി കാണപ്പെടുന്ന വസ്തുക്കൾക്ക് പോലും നമ്മെ സഹായിക്കുവാനും നമുക്ക് ആശ്വാസം നൽകുവാനും സാധിക്കും എന്ന് ഈ കവിതയിലൂടെ കവി നമുക്ക് പറഞ്ഞു തരുന്നു.
ധർമ്മവീർ ഭാരതി നയി കവിതാക്കെ സശക്ത കവി ഹെ. ഇനി അവസാന ഭാഗത്തേക്ക് കിടക്കുമ്പോൾ നമ്മൾ കവിയെക്കുറിച്ച് പറയുകയാണ്. ധർമ്മവീർ ഭാരതി പുതിയ കവിതയുടെ മാർഗത്തിലെ സശക്ത കവി ഹെ, വളരെ പ്രഭാവശാലിയായ, സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്ന കവിയാണ്. ലഘുമാനവ് കി പ്രതിഷ്ഠ നയി കവിത കി ഏക മഹത്വപൂർണ്ണ പ്രവൃത്തി ഹെ. ഈ സാധാരണക്കാരായ ആളുകളെ അവരെക്കുറിച്ച് കവിത എഴുതുക എന്നുള്ളത് പുതിയ കവിതാ രീതിയിലെ അല്ലെങ്കിൽ ആധുനിക കവിതയിലെ ഏക മഹത്വപൂർണ്ണ പ്രവൃത്തി, ഒരു മഹത്വപൂർണ്ണമായ മഹത്തരമായ കാര്യമാണ്, അല്ലെങ്കിൽ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. നയി കവിതാമേ ലഘുമാനവയ്ക്ക് ചർച്ച ബഹുത്ത് മിൽത്തി ഹെ. പുതിയ കവിതയിൽ ലഘുമാനവിനെക്കുറിച്ച്, സാധാരണ മനുഷ്യരെക്കുറിച്ച് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. യഹാം ലഘുമാനവ് കാ താൽപര്യ ഉപേക്ഷിത സാമാന്യ മാനവ് സേഹെ. ഇവിടെ ലഘുമാനവ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് തള്ളിക്കളയപ്പെട്ട സാധാരണ ജനങ്ങളെയാണ്. ധർമ്മവീർ ഭാരതി കി പ്രസ്തുത കവിതാമേം ഭി ടൂട്ടാ പഹിയ ഇസ് ഉപേക്ഷിത സാമാന്യ മനുഷ്യ കാ പ്രതീക ഹെ. ധർമ്മവീർ ഭാരതിയുടെ ഈ കവിതയും ഇതിൽ ടൂട്ടാ പഹിയ എന്നുള്ളത് ആ ഉപേക്ഷിക്കപ്പെട്ട സാധാരണ മനുഷ്യരുടെ പ്രതീകമായാണ് കടന്നു വരുന്നത്. ഉസ്കി പ്രതിഷ്ഠ കേലിയെ കവിനെ പൗരാണിക മിഥിക കാ ആശ്രയ ലിയാ ഹെ. അതിനെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന ഒരു മനസ്സിൽ ഉറപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടി കവി പൗരാണിക മിഥിക ആശ്രയ ലിയാ ഹെ. ഈ പൗരാണികമായ പുരാണ കഥാപാത്രത്തിൻ്റെയും ആ സംഭവത്തെയും ആശ്രയിക്കുന്നു എന്നേ ഉള്ളൂ. യിസ് മിഥകീയ സങ്കല്പനാനെ കവിതാക്കോ ഓർ റോചക ബനാ ദിയാ ഹെ. ഈ ഒരു സങ്കല്പം, ഇങ്ങനെയുള്ള ഒരു അവതരണം കവിതയെ വളരെ അധികം മികച്ചതാക്കി മാറ്റിയിട്ടും ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ഈ ആസ്വാദന ടിപ്പണി അവസാനിപ്പിക്കാം. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് കവിതാംശിക ആശയലിഖ എന്ന ഭാഗമാണ്. ആദ്യത്തെ ലൈനുകളുടെ ആശയം താഴെ പറയുന്നു. കവിത ഇങ്ങനെ: मैं मृत का टूटा हुआ पहिया हूँ लेकिन मुझे फेंको मत, क्या जाने कब इस दुरूह चक्रव्यूह में अक्षौहिणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर गिर जाए. ഉത്തരം, അതിൻ്റെ ആശയം ഇങ്ങനെയാണ്: ധർമ്മവീർ ഭാരതിക്ക് ടൂട്ടാ പഹിയ നാമക കവിത കി പങ്ക്തിയാ ഹെ. ഇത് ധർമ്മവീർ ഭാരതിയുടെ ടൂട്ടാ പഹിയ എന്ന പേരായ കവിതയിലെ വരികളാണ്. യഹാൻ ടൂട്ടാ പഹിയ മാനവ മൂല്യ കാ പ്രതീക ഹെ. ഇവിടെ ടൂട്ടാ പഹിയായ മാനുഷിക മൂല്യങ്ങളുടെ പ്രതീകമാണ്. പഹിയെ അപ്നെ ബാരെ മേ കേത്താ ഹെ കി മേ രഥ കാ ടൂട്ടാ ഹുവാ പഹിയാ ഹും. ഈ പൊട്ടിയ രഥചക്രം തന്നെക്കുറിച്ച് പറയുകയാണ്. ഞാൻ രഥത്തിൻ്റെ ടൂട്ടാ ഹുവാ പഹിയാ ഹും, പൊട്ടിയ ചക്രമാണ്. ലേക്കിൻ മുझे മത് ഫേങ്കന, എന്നെ എറിഞ്ഞു കളയരുത്. ക്യോങ്കി മേരാ അഭിഭി ഉപയോഗ ഹെ, എനിക്ക് ഇനിയും ഇപ്പോഴും എനിക്കൊരു ഉപയോഗമുണ്ട്. ഇസ് വിശ്വ ചൽ കപട് ഹെ, ഈ ലോകം ചൽ കപട് ഹെ, അനീതിയും അസത്യവും നിറഞ്ഞ, ചതിയും കാപട്യവും നിറഞ്ഞത് ആണ്. ചൽ എന്നാൽ ചതിയാണ്, കപട് കാപട്യം. अभिमन्यु की तरह साहसी व्यक्ति ऐसे छल कपट लोगों की सेना को चुनौती देने लगे और पराजित होकर गिर जाए. അഭിമന്യു പോലെയുള്ള ഏതെങ്കിലും സാഹസികനായ വ്യക്തി ഈ ചതിയും കാപട്യവും നിറഞ്ഞ ആളുകൾ നിറഞ്ഞ സൈന്യത്തെ ചുനൗത്തി ദേനയിലകെ വെല്ലുവിളിക്കുവാൻ തുടങ്ങുന്നു. ഓർ പരാജിത ഹോക്കർ ഗിർജായെ, പരാജയപ്പെട്ട് വീണു പോകുന്നു. തബ് ഉൻകെ ഹാത്ത് മേ ആയുധ കെ രൂപ ലേക്കർ യഹ് ടൂട്ടാ ഹുവാ പഹിയ ആയേഗ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഒരു ആയുധ രൂപത്തിൽ ഈ പൊട്ടിയ രഥചക്രം എത്തിയേക്കാം. यहाँ भारती जी ने महाभारत के अभिमन्यु की कहानी को प्रतीकात्मक बनाकर वर्तमान युग की जटिलता का चित्रण किया है. ഇവിടെ ഭാരതിജി, ധർമ്മവീർ ഭാരതി, മഹാഭാരതത്തിലെ അഭിമന്യുവിൻ്റെ കഥയെ പ്രതീകാത്മകമായിട്ട് അവതരിപ്പിച്ച് ആധുനിക ലോകത്തിൻ്റെ കുടിലതകളെയും അതിൻ്റെ ജീർണതകളെയും ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്.
രണ്ടാം ഭാഗം നോക്കുക. अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेली निहत्थी आवाज को अपने ब्रह्मास्त्रों से कुचल देने चाहे, तब मैं रथ का टूटा हुआ पहिया उसके हाथ में ब्रह्मास्त्रों से लोहा ले सकता हूँ. അതിൻ്റെ ആശയം ഇങ്ങനെയാണ്. ധർമ്മവീർ ഭാരതി टूटा पहिया में कहते हैं कि बड़े बड़े व्यक्ति महान योद्धाओं को अब जानते हैं कि वे जिस पक्ष की ओर से लड़ रहे हैं वह असत्य है. ധർമ്മവീർ ഭാരതി ടൂട്ടാ പഹിയയിൽ പറയുകയാണ്, വലിയ വലിയ വ്യക്തികൾ, മഹാന്മാരായ യോദ്ധാക്കൾ, അവർക്കൊക്കെ അറിയാം അവർ ഏത് പക്ഷത്തിനു വേണ്ടിയാണോ യുദ്ധം ചെയ്യുന്നത്. ലഡ്ന എന്നതിന് യുദ്ധമെന്നാണ്, അത് അസത്യത്തിൻ്റെ പക്ഷമാണ്. വേ अपनी शक्ति और अधिकार से निरायुध व्यक्ति को कुचल देना चाहते हैं. അവർ തങ്ങളുടെ ശക്തിയും അധികാരവും ഉപയോഗിച്ച് നിരായുധനായ വ്യക്തികളെ അടിച്ച് അമർത്താനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. उसी समय टूटा पहिया निरायुध के हाथ में आ जाता है और ब्रह्मास्त्रों से लोहा ले सकता है. ആ സമയത്ത് പൊട്ടിയ രഥചക്രം നിരായുധൻ്റെ കൈകളിൽ എത്തിച്ചേരുകയും അത് ഒരു ബ്രഹ്മാസ്ത്രമായി മാറി അവരോട് പോരാടാൻ അവനെ സഹായിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ ആശയം അവസാനിക്കുന്നത്. അതിൻ്റെ അവസാന ഭാഗത്ത് നോക്കുക. मैं रथ का टूटा हुआ पहिया हूँ लेकिन मुझे फेंको मत. इतिहासों की सामूहिक गति सहसा छूटी पड़ जाने पर क्या जाने सच्चाई टूटा हुए पहियों का आश्रय ले. आशय इങ്ങനെയാണ്. यह धर्मवीर भारती जी की टूटा पहिया नामक कविता की पंक्तियां है. ഇത് ധർമ്മവീർ ഭാരതിയുടെ പൊട്ടിയ രഥചക്രം എന്ന കവിതയുടെ വരികളാണ്. കവി कहता है टूटे हुए पहिए को भी अमूल्य उपयोग है. കവി പറയുകയാണ്, പൊട്ടിയ ചക്രത്തിന് പോലും അമൂല്യമായ ഉപയോഗമുണ്ട്. इसलिए उसे मत फेंको. അതുകൊണ്ട് അതിനെ എറിഞ്ഞ് കളയരുത്. इतिहास के समान सच्चाई के स्थान पर झुंडवा अनाचार का शासन होगा, तब टूटे हुए पहिए का सहारा सच्चाई को ലേന പടുത്താഹേ. ഇതിഹാസത്തിന് സമാനമായ രീതിയിൽ സച്ചായിയുടെ സ്ഥാനത്ത്, സച്ചായിക്ക് സ്ഥാൻ പർ, സത്യത്തിൻ്റെ ആ ഒരു സ്ഥാനത്ത് ചുണ്ട് വ അനാചാർക്ക ശാസൻ, മോശം വ്യക്തികളുടെയും അതുപോലെ തന്നെ അനാചാരങ്ങൾ, ദുരാചാരങ്ങൾ ചെയ്യുന്ന ആളുകളുമായിട്ടുള്ളവരുടെ ശാസൻ, ഭരണമുണ്ടാകാം. തബ് ടൂട്ടെ ഹുവേ പഹിയേക്ക സഹാര. അപ്പോൾ പൊട്ടിയ രഥചക്രത്തെ ആശ്രയിക്കുക എന്നുള്ളത്, സഹാര ലേന എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുക എന്നാണ്. സച്ചായിക്കോ ലേന പടുത്താഹെ, സത്യം അങ്ങനെ അതിനെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നു. ഉസ്ക അർത്ഥ എഹ്ഹക്കി, അതിൻ്റെ അർത്ഥം ഇതാണ്. സച്ചായിക്കോ झूठ से लड़ने के लिए पहिए को आयुध बनाना भी पड़ता है. അർത്ഥം ഇതാണ്, സത്യത്തിന് അസത്യത്തെ വെല്ലുവിളിക്കുന്നതിന് വേണ്ടി, അതിനോട് പോരാടുന്നതിന് വേണ്ടി ഒരു രഥചക്രത്തിൻ്റെ ആയുധമാക്കി മാറ്റേണ്ടതായിട്ട് വന്നേക്കാം. ഇതിഹാസ് कहता है हिंसा से भरा रक्त रूक्षित इतिहास मनुष्य को अधिक समय तक हिंसा से दूर नहीं कर पाता. ഇതിഹാസങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്, ഹിംസ നിറഞ്ഞ രക്തരൂക്ഷിതമായ ഇതിഹാസങ്ങൾ അവ മനുഷ്യനെ എത്രമാത്രം പഠിച്ചു എങ്കിലും മനുഷ്യക്കോ അധിക സമയത്തൊക്കെ ഹിംസാസെ ദൂർ നഹി കർപ്പാത്ത, എങ്കിലും മനുഷ്യർ ഒരിക്കലും ഈ ഇതിഹാസങ്ങളിൽ വന്ന തെറ്റുകുറ്റങ്ങൾ ഇനി ആവർത്തിക്കില്ല എന്ന് തീരുമാനമെടുത്ത് ഒരിക്കലും അവൻ അതിൽ നിന്ന് മാറി നിൽക്കില്ല, ഹിംസയിൽ നിന്ന് അവൻ ഒരിക്കലും അകന്നു നിൽക്കില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഉസി സമയ സത്യക ഹാർ ഹോത്തി ഹെ, അങ്ങനെ വരുമ്പോൾ സത്യത്തിൻ്റെ പരാജയമാണ് ഉണ്ടാവുന്നത്. ഫിർ സത്യക്ക് സ്ഥാപന കേലിയെ യുദ്ധ ഹോത്ത ഹെ, പിന്നെയോ സത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി, നിലനിർത്തുന്നതിന് വേണ്ടി യുദ്ധം ഉണ്ടാകുന്നു. ഇങ്ങനെ അത് ഈ ഭാഗം അതിൻ്റെ ആശയം അവസാനിക്കുകയാണ്. അടുത്ത സഹി മിലാൻ കരെ എന്നതാണ് ശരിയായി പൂരിപ്പിക്കുക.
ഇടതുവശത്ത് ടൂട്ടാപഹിയ, ചക്രവ്യൂഹ്, അഭിമന്യു, ബ്രഹ്മാസ്ത്ര എന്ന് തന്നിരിക്കുന്നു. വലതുവശത്ത് സമസ്യായം, അധർമ്മയ്ക്ക് വിരോധി, മഹാശക്തി, ലഘുമാനവ് എന്നിങ്ങനെ തന്നിരിക്കുന്നു. ഇത് ചോദ്യങ്ങളാണ്. ഇതിൻ്റെ ഉത്തരം നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാം. ഇതിൻ്റെ ഉത്തരം ഇങ്ങനെയാണ് വരുന്നത്. ടൂട്ടാപഹ്യ ലഘുമാനവാണ്, ചക്രവ്യൂഹ് സമസ്യായം, അഭിമന്യു അധർമ്മയ്ക്ക് വിരോധി, ബ്രഹ്മാസ്ത്ര മഹാശക്തി. അഭിമന്യു और ടൂട്ടാപഹ്യ കിൻകെ പ്രതീക ഹേ. അഭിമന്യുവും ടൂട്ടാപഹ്യയും എന്തിൻ്റെയൊക്കെ പ്രതീകങ്ങളാണ്? അഭിമന്യുവിന് ടൂട്ടാപഹ്യയെ രണ്ട് ഭാഗത്തായിട്ട് തന്നിരിക്കുന്നു. നോക്കുക. അഭിമന്യു സാധാരണ ജനത, സാഹസി, വീർ, ന്യായമിത്ര എന്നിങ്ങനെ തന്നിരിക്കുന്നു. ടൂട്ടാപഹ്യയോ മാനുഷിക മൂല്യ, ഉപേക്ഷിത, ലഘുമാനവ്, ശക്തി, സഹാര ഇവയുടെയൊക്കെ പ്രതീകമായിട്ട് തന്നിരിക്കുന്നു. ഇങ്ങനെ നമ്മുടെ പ്രധാനപ്പെട്ട ഇതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് സമാപിക്കുകയാണ്. ബാക്കി നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ പിന്നീട് കാണാവുന്നതാണ്.